സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മെച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ രണ്ടുപേരെ സെലക്ട് ചെയ്ത് നമ്മളൊരു കമന്റ് പിക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ് മെച്ചാമാരെ രണ്ട് ഗിവ് അവേ വിന്നേഴ്സിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിന്നറിന് എന്താ വെച്ചാൽ രണ്ടുപേർക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ചെറിയൊരു 24 രൂപേൻ്റെ രണ്ടുപേർക്കുള്ള ഒരു റീചാർജാണ്. 50 രൂപേൻ്റെ നാളെ ഞാൻ പറഞ്ഞു. അപ്പോൾ മെച്ചാമാരെ ഓൾറെഡി നമുക്ക് LB ഒക്കെ നിങ്ങൾക്കറിയാം 50 കോയിൻ്റെ പുതിയ ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന പോലെ തന്നെ 50 കോയിൻ റീഡിങ് കോഡൊക്കെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മെച്ചാമാരെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2026 ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബ് ബോൾ. അപ്പോൾ എന്തൊരു സംഭവം കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സപ്പോർട്ടിംഗ് പ്രശ്നം അങ്ങനെയുള്ള എല്ലാം ഫുൾ കൺഫേം ആയിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ എല്ലാം മാറ്റുന്ന തരത്തിലുള്ള. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ രണ്ടുപേരുടെ ഓൾറെഡി ഞാൻ ലാസ്റ്റ് പേര് എന്തായാലും ഇതാക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കുറേ പേർക്ക് എനിക്ക് തരണമെന്നുണ്ടായിരുന്നു. നമ്മുടെ സിനാറ്റോബ്രോയും കുറേ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് തരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം. കാരണം ഓൾറെഡി എൻ്റെ ആണെങ്കിൽ എല്ലാം ഇനി റെഡിയായി വരുന്നുള്ളൂ വെച്ചാൽ. അപ്പോൾ റെഡിയും കൂടെ ആയാലും എല്ലാം സെറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ രണ്ടുപേരാണ് പിക്ക് കമൻറ്റിലൂടെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് അത് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വെച്ചാൽ അവന് ആദ്യം തന്നെ പറയാനുള്ള ഓൾറെഡി ഗൈസ് ഇന്ന് എന്തായാലും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ ഈ വർഷത്തെ 2025 പ്രതീക്ഷിച്ച് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു ഇത് വന്നിട്ട് ഗ്രാഫിക്സ് ഒക്കെ കൂട്ടി. പിന്നെ വെച്ചാൽ ഓൾറെഡി പറയുന്നത് റാങ്കിങ് പ്ലേയേഴ്സിനൊക്കെ അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് റാങ്കുകളൊക്കെ കളിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി എല്ലാം കേട്ടോ ഈ ഒരു വീഡിയോ ഗൈസ്. അപ്പം നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഷോർട്ട് ടൈം പാക്ക് നമ്മുടെ ആനിമേഷൻ മെസ്സിയുടെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ചെയ്യാം പക്ഷേ അവർ ഓൾറെഡി ഇതൊക്കെ വരട്ടെ. കാരണം ഓൾറെഡി നമ്മൾ കസ്റ്റമൈസേഷനൊക്കെ ആഗ്രഹിച്ചാണ്. നമ്മുടെ DLSലൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും കൂടെ ആഗ്രഹിച്ചപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ അവർ ഓൾറെഡി പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പാക്ക് വന്നത് നിങ്ങൾക്കറിയാം വെച്ചാൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ മെസ്സിയും യമാലും ആണ് ഉള്ളത്. അപ്പോൾ മെസ്സിയുടെ യമാലിൻ്റെ ഒരു പാക്കാണ് വന്നത്. പിന്നെ യമാൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല പാക്കാണ്. അപ്പോൾ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം എടുത്തവർ നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മെസ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ 37 ഏജിലൊരു കാർഡാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ആ ഒരു ബാനറൊക്കെ സംഭവം വരും. പിന്നെ അതിനകത്ത് വേറെ എന്തൊക്കെയോ സംഭവം ഉണ്ട്, അവതാർ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മച്ചവൻ ഓൾറെഡി ഈറ്റോയുടെയും നമ്മുടെ സ്നൈഡർ അങ്ങനെയുള്ള കുറച്ച് പ്ലേസിൻ്റെ പാക്ക് ഓൾറെഡി ഉണ്ട്. അത് മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും വരുന്നത്. കാരണം ഇന്നിപ്പോൾ വ്യാഴാഴ്ച, നാളെ ശനിയാഴ്ച ഒന്നും വരാൻ ചാൻസ് ഇല്ല. മിക്കവാറും തിങ്കളാഴ്ച തന്നെ ആയിരിക്കും അവർ എപ്പിക് പാക്ക് ആയിട്ട് ഇറക്കുക. പിന്നെ നമ്മുടെ ഗോട്ടിൻ്റെ കാർഡിൻ്റെ പിന്നെ കുറേ അതുപോലത്തെ സ്റ്റാച്ചുവും പിന്നെ എന്തൊക്കെയോ ബോളും അതുപോലെയുള്ള കൺട്രോളറും കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തായാലും 100 കോയിനാണ് വെച്ചേക്കുന്നത്. അപ്പം നിങ്ങളാരെങ്കിലും എടുക്കുന്നവരുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എടുത്താൽ നൈസായിരിക്കും. കാരണം ഓൾറെഡി കസ്റ്റമൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റേഡിയം നമുക്ക് ഫ്രണ്ട്ലി മാച്ച് ആയാലും കോ മാച്ച് ആയാലും നമ്മൾ ഡിവിഷനൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റേഡിയം സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എന്തെങ്കിലും സെറ്റ് ആക്കാം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ആനിമേഷൻ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഓൾറെഡി വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. നമ്മൾ മാച്ചിൽ 3000 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 50 കോയിൻ അവിടെ കിട്ടും. പിന്നെ ഓൾറെഡി 300 കോയിൻ കണ്ട മാച്ച് പാസ് അല്ല, വേറൊരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിലും കിട്ടും. പിന്നെ ഡെയിലി ഗെയിമിൽ ഓൾറെഡി 300 കോയിൻ വന്നിട്ടുണ്ട്. അപ്പം മാക്സിമം ഒരു 500 കോയിനുള്ള ചോടെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗെയിം പ്ലേൻ്റെ സ്റ്റേഡിയമാണ് ഏറ്റവും നൈസ്. ഞാനിവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്ത് വെച്ചു. പിന്നെ ഇപ്പോഴാണ് ആലോചിക്കുന്നത് നമുക്ക് അണ്ണന് വേണ്ടി 2200 കോയിനാണ് ഞാൻ കൊടുത്തത്. ആ ഒരു കോയിൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് മൊത്തം എടുക്കാമായിരുന്നു. പക്ഷേ സാരില്ല, നമുക്ക് ഇനി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റാക്കാം. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാവരും ചെറിയൊരു സങ്കടം എന്താ വെച്ചാൽ നമ്മുടെ നെയ്മറിൻ്റെ സുവാരസിൻ്റെ കാർഡ് വന്നില്ല. അത് എന്താണെന്നറിയില്ല. അവർ 1800 പാക്ക് തന്നില്ല ശരിക്കും നെയ്മറിന്. ഇനിയിപ്പോൾ വരുമോ എന്നറിയില്ല. എന്തെങ്കിലും ബ്രസീൽ ക്യാമ്പിനൊക്കെ വരാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിനായിരിക്കും വരിക. പിന്നെ ഇന്ത്യൻ യൂസേഴ്സിനായിട്ട് ഒരു ഇന്ത്യൻ ഇതും വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ നിങ്ങൾ കൺട്രി ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് നിങ്ങൾ സെർവറിലൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ബ്രസീലും ജപ്പാനും ഉള്ളവർ മാറ്റം നിൽക്കേണ്ട. കാരണം അവർക്കാണെങ്കിൽ ഓൾറെഡി ആഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പരസ്യം വെപ്പിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ചെറിയ കോയിൻ നമ്മളെക്കാട്ടും കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ മോറിൻഹോൻ്റെ കാര്യമുണ്ട്. അത് സത്യത്തിൽ റിയൽ ആണോ എന്ന് അറിയില്ല. വെച്ചാൽ അവരത് കൺഫേം ചെയ്തിട്ട് പറയാം. 150 കോയിൻ കൊണ്ട് നമുക്ക് മോറിൻഹോനെ എടുക്കാമെന്ന് പറയുന്നത്. ജപ്പാനിന് മാത്രമാണോ എന്ന് അറിയില്ല. അത് ഡീറ്റെയിൽ ആയി കിട്ടാത്തതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് അങ്ങനെ എന്തോ സംഭവമുണ്ട്. മോറിൻഹോനെ നമുക്ക് 150 കോയിൻ എടുക്കാം. അതിൽ ഓൾറെഡി പ്ലേയേഴ്സ് വേറെ ഉണ്ട് കേട്ടോ. നമ്മുടെ റൂഡൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു കാർഡിന് വന്നതിന് പിന്നെ ഗൈസ് ഓൾറെഡി വെച്ചാൽ നിങ്ങൾ മാക്സിമം എല്ലാവരും ഗൈസ് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്താ പറയുക സ്പേസ് ഒക്കെ സെറ്റ് ആയിട്ട് ഗൈസ് ഓൾറെഡി വേറെ ഒന്നുമില്ല. നമ്മുടെ ആൻഡ്രോയിഡ് യൂസേഴ്സിനായാലും iOS യൂസേഴ്സിനായാലും ചിലവരൊക്കെ പറയുന്നുണ്ട് ഗെയിമിൽ കയറുമ്പോൾ ബാക്കോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ആർക്കും നിലവിൽ ഇതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളും വന്നിട്ടില്ല. എൻ്റെ ഫോൺ റാം കുറഞ്ഞതായിട്ട് പോലും എനിക്കത് കയറ്റാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഗൈസ് എന്താ വെച്ചാൽ മൊബൈൽ ഡാറ്റ യൂസേഴ്സ് ആകുമ്പം ഞാനും ആദ്യം മൊബൈൽ ഡാറ്റ
യൂസർ ആയിരുന്നു, ഇപ്പോൾ വൈഫൈയിലോട്ട് മാറിയത്. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് 3 GB ആയിരിക്കും ചിലപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണിക്കുള്ളൂ. പക്ഷേ നിങ്ങളൊരു 6 GB 5 GB എങ്കിലും ഒഴിവാക്കിയിടുക. കാരണം 3 GB അല്ല, അതിൽ കൂടുതൽ അഡീഷണൽ സ്പേസ് വേണം. കാരണം നിങ്ങൾ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് കമൻട്രി ആയാലും ഡൗൺലോഡും പിന്നെ സ്റ്റേഡിയം ഗ്രാഫിക്സിൻ്റെ ഡൗൺലോഡും ഉണ്ട്. അപ്പം അതൊക്കെ സെറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചധികം തന്നെ ഒരു ഏകദേശം 2 GB മേളിൽ അങ്ങോട്ട് ചിലവർക്കൊക്കെ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. കാരണം ബാക്ക് ഇറങ്ങി പോവുകയോ എന്തെങ്കിലും. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ ലൈവിൽ വന്നപ്പോൾ ആ പയ്യൻസിൻ്റെ പ്രോബ്ലം സോൾവ് ആയി. കാരണം ഞാൻ പറഞ്ഞ സ്പേസിൻ്റെ കാര്യം വന്നപ്പോൾ അത് റെഡി ആയി. അപ്പോൾ നിങ്ങളെന്തെങ്കിലും സ്പേസ് ഒക്കെ എല്ലാവരും സെറ്റാക്കാം. പിന്നെ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഇവർ രണ്ടുപേരാണ് നമ്മുടെ എന്താ പറയുക ഗിവ് വിന്നർ. സുബിൻ ബ്രോയും അനസ് ബ്രോയും ആണ്. പയ്യൻസാണ് കോയിൻ്റെ കാര്യം ഇട്ടിട്ടുണ്ട്. അപ്പം മച്ചാനെ വേണമെങ്കിൽ മൊബൈൽ ഡാറ്റയ്ക്ക് പകരം ചെറിയൊരു റെഡിങ് കോഡാണ്, 24 റെഡിങ് കോഡാണ്. അപ്പം ഞാൻ കൂട്ടാട്ടോ, 24 ചെറുതായതുകൊണ്ട് ഞാൻ ഓൾറെഡി ഡാറ്റയാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ജസ്റ്റ് ബ്രോ ഇതിൻ്റെ അടി സുബിൻ ബ്രോയും അനസ് ബ്രോയും ജസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്തിട്ട് സെറ്റാക്കാം. നിങ്ങൾക്ക് ബ്രോയ്ക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. പിന്നെ കഴിച്ച് അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനലി ഡിവിഷൻ പ്ലേയേഴ്സിന് അങ്ങനെ എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൂട്ടണം. കാരണം ഓൾറെഡി കുറേ പേര് കഷ്ടപ്പെട്ട് അതെനിക്ക് തോന്നുന്നു വെച്ചാൽ അങ്ങനെ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. റാങ്ക് എനിക്ക് തോന്നുന്നു റാങ്ക് ഇത്രയെങ്ങനെ അടിസ്ഥാനത്തിൽ വരണം, അപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടുക. പിന്നെ മച്ചാൻ ഓൾറെഡി നമ്മൾ ഇനിയും ഗിവയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലായിട്ടും ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ് രാത്രിയാണ് ലൈവ് വരിക. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ വരിക, റിയൽ സെഞ്ചു ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ലൈവ് അടിപൊളിയായിരുന്നു. നമ്മൾ കട്ടായി പോയി, നല്ല രീതിക്ക് സെർവർ ബിസി ചെയ്ത് കഴിച്ചു. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം ഓപ്പൺ ആവും. അപ്പോൾ എല്ലാവരും സെറ്റാക്കാൻ വെച്ചാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവരും ഈ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.